കഴിഞ്ഞ 2 ദിവസത്തെ ലോസിംഗ് സ്ട്രീക്ക് അവസാനിപ്പിച്ച് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് 0.3% ഉയർന്ന് 24,833 ക്ലോസിംഗ് നൽകി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാർക്കറ്റ് 24,700 ഹോവറിംഗ് അല്ലെങ്കിൽ കൺസോൾഡേറ്റ് ചെയ്യുകയാണ്. ഇന്ന് മിഡ് ക്യാപ് ഇൻഡെക്സ് 0.6 സ്മാൾ ക്യാപ് ഇൻഡെക്സ് 0.5% ഉയർന്നു. നിഫ്റ്റി 50 0.3% ഉയർന്നു. ഇന്ന് തുടക്കത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ന് രാവിലെ തന്നെ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ് പ്രകടമായിരുന്നു. അതിനുള്ള ഏറ്റവും പ്രധാന കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഏർപ്പെടുത്തിയ ഗ്ലോബൽ താരിഫുകളൊക്കെ ഇല്ലീഗലാണെന്ന് US ട്രേഡ് കോർട്ട് വിധിച്ചതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് ഡോ ഫ്യൂച്ചർ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും ഗ്ലോബൽ മാർക്കറ്റുകളിലും ഇന്ത്യൻ മാർക്കറ്റിലും അതൊരു പോസിറ്റീവ് ക്ലോസിങ്ങിന് പ്രധാന ഫാക്ടറായി പ്രവർത്തിക്കുകയും ചെയ്തു. അതേസമയം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബൈ സെൽ ആക്ടിവിറ്റി മാർക്കറ്റിനെ അസ്ഥിരപ്പെടുത്തുന്നുണ്ട്. കൂടാതെ നാളെ പുറത്തു വരുന്ന Q4 GDP ഗ്രോത്ത് ഡേറ്റയെക്കുറിച്ചുള്ള എക്സ്പെക്റ്റേഷനും മാർക്കറ്റിനെ ഇന്ന് പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകാൻ പ്രേരിപ്പിച്ചു. 2025 ഫിനാൻഷ്യൽ ഇയറിലെ Q4 6.9% GDP ഗ്രോത്താണ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത്. 6.9% GDP ഗ്രോത്ത് ലഭിക്കുകയാണെങ്കിൽ 2024-25 ഫിനാൻഷ്യൽ ഇയറിലെ GDP ഗ്രോത്ത് 6.3% മാറുകയും ചെയ്യും. കൂടാതെ ഇന്ന് ക്രൂഡിൻ്റെ വില 2% ഇടിയുകയും ചെയ്തു. സെക്ടോറൽ പെർഫോമൻസ് നോക്കിയാൽ നിഫ്റ്റി മെറ്റൽ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ച് 1.21% ഉയർന്നു. റിയാലിറ്റി 1%, IT, ഫാർമ, മീഡിയ തുടങ്ങിയ ഇൻഡെക്സുകൾ 0.5% ഉയർന്നു. FMCG സെക്ടറിലെ സ്റ്റോക്കുകളൊക്കെ ഇന്ന് നെഗറ്റീവ് ടെറിട്ടറിയിലായിരുന്നു. ഇനി നാളത്തെ ട്രേഡിംഗ് സെഷനിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രധാന സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ കൂടി മനസ്സിലാക്കാം. ഇന്നത്തെ ഇൻട്രാഡേ ചാർട്ട്, ഇന്നത്തെ നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ അവിടെ ഇൻഡെസിസീവ്നെസ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ഡോജി ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. അതായത് മാർക്കറ്റ് ഹയർ സൈഡിലേക്ക് പോകണമോ ലോവർ സൈഡിലേക്ക് പോകണമോ എന്നുള്ള തീരുമാനം ഇപ്പോഴും മാർക്കറ്റിന് എടുക്കാൻ സാധിച്ചിട്ടില്ല. നാളെ വരുന്ന Q4 GDP ഗ്രോത്ത് ഡേറ്റയുടെ പശ്ചാത്തലത്തിൽ മാർക്കറ്റ് ഈ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ ഡിഫൈൻ ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് 24,825 മാർക്കറ്റ് ഓപ്പൺ ആവുകയും 24,893 എന്ന ഇൻട്രാഡേ ഹൈയിലേക്ക് എത്തുകയും ചെയ്തു. അതിനുശേഷം 24,677 എന്ന ഇൻട്രാഡേ ലോയിലേക്ക് എത്തുകയും പിന്നീട് ഡീസൻ്റ് റിക്കവറി കാണിച്ച് 24,800 മുകളിൽ മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഇവിടെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം 24,650 പ്രധാനപ്പെട്ട സപ്പോർട്ടാണ്. ഈ സപ്പോർട്ട് നഷ്ടമായാൽ മാർക്കറ്റ് ചിലപ്പോൾ 24,200 വരെ ഇടിഞ്ഞേക്കാം. 24,280, 24,150 തുടങ്ങിയ ലെവലുകളാണ് മാർക്കറ്റിൻ്റെ പ്രധാന റെസിസ്റ്റൻസ് ആയും പ്രവർത്തിക്കുന്നത്. ഇനി നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യേണ്ട 2 സ്റ്റോക്കുകളെ പരിചയപ്പെടാം. ഒന്നാമത്തേത് മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡർ. മസഗോൺ ഡോക്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് ഇന്നാണ് പുറത്തു വന്നത്. ക്വാർട്ടർലി റിസൾട്ട് വരുന്നതിന് മുൻപേ തന്നെ സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം പ്രകടമായിരുന്നു. കൂടാതെ സ്റ്റോക്ക് അതിൻ്റെ 52 വീക്ക് ഹൈയിലേക്ക് എത്തുകയും ചെയ്തു. ക്വാർട്ടർലി റിസൾട്ടിലെ പെർഫോമൻസ് അത്ര മികച്ചതല്ല. കമ്പനിയുടെ എക്സ്പെൻസ് വർദ്ധിച്ചതിനെ തുടർന്ന് നെറ്റ് പ്രോഫിറ്റ് 662 കോടിയിൽ നിന്നും 325 കോടിയിലേക്ക് ഇടിഞ്ഞു. എക്സ്പെൻസ് 63 കോടിയിൽ നിന്നും 590 കോടിയിലേക്കാണ് ഉയർന്നത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻ 2.3% വർദ്ധിച്ച് 3,103 നിന്നും 3,174 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ 60% ഇടിവ് വന്നിട്ടുണ്ട്. സീക്വൻഷ്യലി ബേസിസിലും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഇടിയുകയാണ് ഉണ്ടായത്. കമ്പനിയുടെ ടോട്ടൽ എക്സ്പെൻസ് 20% വർദ്ധിച്ച് 2,604 കോടിയിൽ നിന്നും 3,114 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. ടോട്ടൽ എക്സ്പെൻസ് വർദ്ധിച്ചതുകൊണ്ട് കമ്പനിയുടെ റവന്യൂവിലും പ്രോഫിറ്റിലൊന്നും നേട്ടമുണ്ടാക്കാൻ കമ്പനിക്ക് സാധിച്ചിട്ടില്ല. ഇനി എൻ്റയർ ഫിനാൻഷ്യൽ ഇയറിലെ പ്രോഫിറ്റ് നോക്കിയാൽ 1,937 കോടിയിൽ നിന്നും 2,414 കോടിയിലേക്ക് എത്തി. 25% അപ്സൈഡ് മൊമെൻറ്റം പ്രകടമാണ്. കൂടാതെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 1,506 കോടിയിൽ നിന്നും 2,165 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. ഓൾ ടൈം ഹൈക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്ക് ആയതുകൊണ്ട് സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽസ് ഡിസ്കസ് ചെയ്യുന്നില്ല. രണ്ടാമത്തേത് ടെക്സ്മാക്കോ റെയിൽ ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന സ്റ്റോക്ക്. 161 രൂപ സ്റ്റോക്കിൻ്റെ വില. ഇന്ന് 1.36% സ്റ്റോക്ക് ഉയർന്നു. ടെക്സ്മാക്കോ എന്ന കമ്പനിക്ക് 140 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വന്നത്. ഇവിടെ റെയിൽവേക്ക് ആവശ്യമായിട്ടുള്ള ഫ്ലാറ്റ് മൾട്ടിപർപ്പസ് വാഗൺ നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് കമ്പനിക്ക് 140 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തു.
ടെക്സ്മാക്കോ റെയിൽ എന്ന സ്റ്റോക്ക് 159 രൂപയ്ക്ക് അടുത്തായിട്ടാണ് ക്ലോസിംഗ് നൽകിയത്. 2025 മാത്രം സ്റ്റോക്ക് 18% ഇടിയുകയും ചെയ്തു. അതേസമയം 2 വർഷം കൊണ്ട് 184, 5 വർഷം കൊണ്ട് 682% റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ് ടെക്സ്മാക്കോ റെയിൽ. ടെക്സ്മാക്കോയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പ്രോഫിറ്റ് 13.5% ഇടിഞ്ഞ് 39 കോടിയും റവന്യൂ ഫ്രം ഓപ്പറേഷൻ 17.6% വർദ്ധിച്ച് കമ്പനിയുടെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ 1145 കോടിയിൽ നിന്നും 1346 കോടിയിലേക്ക് 17% ഉയരുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ടെക്സ്മാക്കോയുടെ ഓർഡർ ബുക്ക് പരിശോധിച്ചാൽ 6766 കോടി രൂപയുടെ ഓർഡറാണുള്ളത്. ഏകദേശം 6400 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പിനേക്കാളും ഉയർന്ന ഓർഡറാണ് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ ഫാക്റ്റുകളുടെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ പരിഗണിക്കാം. ഓൾ ടൈം ഹൈ 300 ആണ്. 300 രൂപയിൽ നിന്നും ഏകദേശം പകുതി വിലയ്ക്ക് സ്റ്റോക്ക് ലഭിക്കുന്നുണ്ട്. കൂടാതെ 300 രൂപയിൽ നിന്നും കറക്റ്റായ സ്റ്റോക്കിന് 150 സപ്പോർട്ട് ലഭിക്കുകയും പിന്നീട് 161 എന്ന ലെവലിലേക്ക് ഉയരുകയും ചെയ്തു. സ്ട്രോങ് ബേസ് ഫോർമേഷൻ വരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ടെക്സ്മാക്കോ റെയിൽ എന്ന സ്റ്റോക്കിന് വരും സമയങ്ങളിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്